നടിയെ ആക്രമിച്ച കേസിലിപ്പം എല്ലാവരും അല്ല, കുറച്ചധികം അതിജീവിതയുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന കുറച്ച് സ്ത്രീകൾ ശ്രീജിത്ത് പണിക്കരുടെ പിന്നാലെയാണല്ലോ ഇപ്പം. ശ്രീജിത്ത് പണിക്കർ എന്ത് തെറ്റാ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ മുൻപിൽ അവൈലബിൾ ആയിട്ടുള്ള പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു കോപ്പി ആളും സംഘടിപ്പിച്ച് പുള്ളി അത് പഠിച്ച് അതിൽ ഈ പറയുന്ന പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ടീമും നടത്തി കൂട്ടിയിട്ടുള്ള മണ്ടത്തരങ്ങളും ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ പേരിൽ അവർ കളക്ട് ചെയ്തിട്ടുള്ള എവിഡൻസുകളുടെ പൊള്ളത്തരങ്ങളും വിളിച്ചു പറഞ്ഞു എന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു തെറ്റ് അവർ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഈ പ്രോസിക്യൂഷൻ്റെ തെറ്റുകളും കുറവുകളും ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തെറ്റുകളും കുറവുകളും ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതല്ലാതെ വാട്ട് ഇസ് ദ മിസ്റ്റേക്ക് ഇറ്റ്? അയാൾ ദിലീപ് നിരപരാധിയാണെന്ന് വാദിക്കുന്നത് ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിൽ കൂടിയല്ലേ? മുൻപ് അയാൾക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നിരിക്കാം. കാരണം അദ്ദേഹം പറയുന്നത് ബേസ്ഡ് ഓൺ ദി അവൈലബിൾ എവിഡൻസസിൻ്റെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻ്റ് ബേസ് ചെയ്തിട്ട് ദിലീപ് എങ്ങനെയാണ് പുറത്തു വന്നത്, ഈ കേസിൽ നിന്നും അകപ്പെടാതെ പുറത്തു വന്നതെന്ന് പറയാനുള്ള എല്ലാ അവകാശങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കർ. അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ, വസ്തുനിഷ്ഠമായി പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കുറ്റമോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാമെന്നല്ലാതെ അയാളെ പിടിച്ചകത്തിടാൻ വേണ്ടിയിട്ട് ഈ ഫെമിനിസം യൂസ് ചെയ്യുന്ന ആ ഇടപാട് അത് ശരിയല്ല. അതങ്ങ് പുനത്തിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. കുറച്ചധികം ഇടതുപക്ഷ നിരീക്ഷകരും ഇടതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള സ്ത്രീകളും ഇതിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം അതിജീവിതേനെ നീതി കൊടുക്കലല്ല, അവരുടെ ലക്ഷ്യം ദിലീപിനെ ട്രാപ്പ് ചെയ്യലാണ്. വാട്ട് ഈസ് ദാറ്റ് അജണ്ട? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദാറ്റ് അജണ്ട? വാട്ട് ഈസ് ബിഹൈൻഡ് ദാറ്റ് അജണ്ട? ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ. ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ, അദ്ദേഹത്തിന് എനിക്ക് വളരെ ബഹുമാനം ഉണ്ടായിരുന്ന ഒരാളാണ്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ ഒരു വളരെ പ്രെജുഡിസ്ഡ് ആൻഡ് ബയാസ്ഡ് ആയിട്ടുള്ള നിലപാടാണ് ഈ ജയശങ്കർ ആദ്യം മുതലേ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു SP, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, ഒരു XSP, അയാളുടെ ഇത്. പിന്നെ ഈ കാണുന്ന എല്ലാ മീഡിയകളും ദിലീപിൻ്റെ പിന്നാലെയാണ്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫലമുള്ള മാവിൽ കല്ലെറിഞ്ഞാലേ അവരുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇതിൻ്റെ പേരിൽ ഒരുപാട് ചോറുണ്ടിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ഈ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറും നികേഷ് കുമാർ അടക്കമുള്ള ആളുകളും ഇവരെല്ലാവരും. അപ്പം നിങ്ങൾക്കൊക്കെ തിന്നാൻ ഒരാളെ വെട്ടിത്തിന്ന് അയാളുടെ ചോര കുടിക്കാനായിട്ടാണ് നിങ്ങൾ ദിലീപിൻ്റെ പേര് ഇപ്പോഴും ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ പൊതുജനം എന്നും എപ്പോഴും ഈ പറയുന്ന വൃത്തികേട് കണ്ടുകൊണ്ട് നിൽക്കില്ല. പൊതുജനം പ്രതികരിക്കും. അവർക്കും ഈ മീഡിയ സൃഷ്ടിച്ചു കൊടുത്ത നെറേറ്റീവിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ സമൂഹം ഓടുന്നത്. 8 വർഷമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക ദിലീപിൻ്റെ പേര് മാത്രം. ഇതിൻ്റെ ഇടയിൽ പറയാൻ അവർ മനഃപൂർവ്വം വിട്ടുപോയ കുറേ പേരുകളുണ്ട്. മാഡം, ശ്രീലക്ഷ്മി, ലാൽ ജൂനിയർ, ഹണിബി 2, ഒരുപാട് പേരുകളുണ്ട്. ഈ പേരുകളൊന്നും തന്നെ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ പല പല തെളിവുകൾ, അതിൻ്റെ ഒളിമറകൾ, അതിൻ്റെ പിന്നിലുണ്ടാവാൻ സാധ്യതയുള്ള ഒരു അസംഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നാൾ അസ്യൂം ചെയ്തുകൊണ്ടിരുന്നത് ദിലീപാണെന്നായിരുന്നല്ലോ. ഇപ്പോൾ ദിലീപ് പുറത്തു വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരാളുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. പൾസർ സുനി ഇത് ഒറ്റയ്ക്ക് ചെയ്യില്ല എന്നുള്ളത് ഓക്കെ, അയാളുടെ ഒരു പ്രീവിയസ് മോഡസ് ഓപ്പറാൻഡി അങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ പോലും ഒരു വാദത്തിന് എടുക്കുകയാണെങ്കിൽ ഓക്കെ, പൾസർ സുനി വാസ് ഡ്രിവൻ ബൈ സംബഡി. സോ ഹൂ ഇസ് ദാറ്റ്? അത് ദിലീപാണെന്ന് ഇനിയും വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. സ്ത്രീകളെ, നിങ്ങൾ ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ഇനി നിങ്ങൾക്ക് പെടുത്താൻ സാധിക്കും തോന്നുന്നില്ല. ഈ പറയുന്ന ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ പോയാലും അവിടെ ഉണ്ടാവാൻ പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് വി ഓൾറെഡി നോ ദാറ്റ്. ദിലീപിനെ ഇനിയൊരു വീണ്ടും വിചാരണയ്ക്ക് വിധേയമാക്കുകയോ കേസ് റീഓപ്പൺ ചെയ്യുകയോ ചെയ്യാൻ പോകുന്നില്ല. ആ എവിഡൻസുകൾ കണ്ടു കഴിഞ്ഞാൽ ഈ പട്ടി കഞ്ഞി കുടിക്കില്ല എന്ന് പറയുന്ന പോലത്തെ, അല്ലെങ്കിൽ കടലാസ് കൂട്ടിയിട്ട് കത്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തെളിവ് മൂല്യമില്ലാത്ത തെളിവുകളാണ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളത്. അത് മനസ്സിലാക്കി തന്നതാണ് ശ്രീജിത്ത് പണിക്കർ ചെയ്ത തെറ്റ് അല്ലേ? അങ്ങനെ അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് അംഗീകരിക്കാൻ ഇവിടെ ഒരു ഫ്രാക്ഷൻ ഓഫ് ആൾക്കാർക്ക് സാധിക്കില്ല. കുറച്ച്
തലകൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അത് കഴിയില്ല. അത് ഈ സമൂഹത്തിൽ 100% ആൾക്കാരും ഈ ചിന്തിക്കാതെ മീഡിയ നരേറ്റീവുകളുടെ മാത്രം പിന്നാലെ പോകുന്ന ആൾക്കാരല്ല. അത് മാത്രമല്ല, ഇമോഷൻസിൻ്റെയും സെൻറ്റിമെൻസിൻ്റെയും പിന്നാലെ പോയിട്ടും കാര്യമില്ല. ദിലീപ് അഹങ്കാരിയായിരുന്നിരിക്കാം. ദിലീപ് വാസ് സോ പവർഫുൾ. ദിലീപ് വാസ് കൺട്രോളിങ് ഓൾമോസ്റ്റ് എവറിത്തിങ്. ഡിസ്ട്രിബ്യൂഷൻ, ആക്ടേഴ്സ് ഓർഗനൈസേഷൻ, തിയേറ്റർ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഇതിൻ്റെ എല്ലാം തന്നെ തലപ്പത്തും ഇതിൻ്റെ എല്ലാം തന്നെ കൺട്രോളുകളും ചെയ്തിരുന്ന ആൾ തന്നെയാണ് ഈ ദിലീപ്. ശരിയാണ്, 8-9 വർഷങ്ങൾക്ക് മുമ്പ് ഹി വാസ് സോ പവർഫുൾ. ഹി ഹാസ് ലോട്ട് ഓഫ് മണി. ഇപ്പോഴും അയാളുടെ കയ്യിൽ ഇത്രയും കാശുണ്ടാവും. ഹി വാസ് എ പ്രോമിനൻ്റ് ആക്ടർ. 8-9 വർഷം അയാളുടെ പോയി ഈ കേസിൻ്റെ പിന്നാലെ നടന്നിട്ട്. അയാൾ അഭിനയിക്കേണ്ട, അയാൾ ഹിറ്റാക്കേണ്ടിയിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ നഷ്ടമായി. അത് മാത്രമല്ല, അയാൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. 8 വർഷം 9 വർഷം ഒരു സ്ട്രെസ്, അയാൾ കടന്നു പോയിട്ടുള്ള മാനസികാവസ്ഥ. ജനങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ ഒരു 90% ആളുകളും അയാളെ കുറ്റക്കാരനാണ് എന്ന് കരുതുന്ന പൊതുബോധം സൃഷ്ടിച്ചെടുത്ത മാധ്യമ നരേറ്റീവിൻ്റെ കഷ്ടത അനുഭവിക്കുന്ന ഒരാളാണ് ദിലീപ് എന്ന്. അതുകൊണ്ട് തന്നെ ഈ നരേറ്റീവ് അധികം നാൾ ഓടില്ല. ഇപ്പോൾ സിനിമ ഇറങ്ങി, ബബ്ബ ഇറങ്ങി, നല്ല പടമല്ല എന്ന് പറയുന്നു, നല്ല പടമാണെന്ന് പറയുന്നു. എനിക്ക് 2-3 പേരോട് സംസാരിച്ചപ്പോൾ കണ്ടിരിക്കാവുന്ന പടമാണെന്നുള്ള ഒരു അഭിപ്രായമാണ് കിട്ടിയത്. തീരെ മോശമാണെന്നുള്ള അഭിപ്രായം ചില ആൾക്കാർ പറയുന്നു. അതേസമയം ഇറ്റ്സ് ഓക്കെ മൂവി എന്ന് പറയുന്നവരുണ്ട്. പടം ഒരു ഫ്ലോപ്പാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടൊക്കെ കാണുമ്പോൾ ഒരു ഹ്യൂജ് ഹിറ്റൊന്നുമല്ല, പക്ഷേ ഇറ്റ് വാസ് നോട്ട് എ ഫ്ലോപ്പ് മൂവി. ദിലീപ് ഇനിയും സിനിമകൾ അഭിനയിക്കും. നല്ല പ്രൊഡ്യൂസേഴ്സും നല്ല ഡയറക്ടേഴ്സും നല്ല തിരക്കഥാകൃത്തുക്കളും ഇനിയും ദിലീപിൻ്റെ അടുത്ത് ചെല്ലും. ദിലീപ് അഭിനയിക്കും. ദിലീപ് ഇനിയും ഫ്ലറിഷ് ചെയ്യപ്പെടും. അങ്ങനെ ഒരാളെ തകർക്കണം എന്ന് കരുതി ഇറങ്ങിയാൽ അയാൾ കുറേ അധികം കണ്ണീര് കുടിച്ചു. പക്ഷേ ഒരു കാര്യം ചിന്തിക്കുക. വൺസ് ജസ്റ്റ് ഇമാജിൻ ദിസ് പാർട്ട്. 1000 നിരപരാധികൾ രക്ഷപ്പെട്ടാലും, അങ്ങനെയല്ലോ, 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അതാണ് നമ്മളുടെ നിയമത്തിൻ്റെ ആപ്തവാക്യം. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ 99% സാധ്യതയിൽ 1% സാധ്യത അയാൾ നിരപരാധിയാവാൻ ഉണ്ടെങ്കിൽ, അയാൾ ആക്ച്വലി നിരപരാധിയാണെങ്കിൽ, ഈ കേസിൽ ഈ പറയുന്ന ആളുകൾ ചെയ്യുന്ന തെണ്ടിത്തരമല്ലേ, ശരിയില്ലായ്മയല്ലേ? അത് ആ ശരിയില്ലായ്മ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്? നിങ്ങളുടെ ഓൺ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഒരാൾ അലേജ് ചെയ്യാണ്, ഓക്കെ, നിങ്ങൾക്ക് അയാളുടെ ശത്രുത ഉണ്ടായിരുന്നു, അതുകൊണ്ട് അയാൾക്ക് ഒരു കഷ്ടകാലം വന്നപ്പോൾ, അല്ലെങ്കിൽ അയാൾ സംഹൗ ഹാപ്പൻഡ് ആയപ്പോൾ യുവർ നെയിം വാസ് പുട്ട് ഓൺ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് തെളിവുകൾ നിങ്ങളെ സഹായിക്കുമ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾ ആ ശിക്ഷ ഏറ്റെടുക്കൂ. ആരെങ്കിലും ഒരാൾ പറയുകയാണ്, ഓക്കെ യു ഡിഡ് ദാറ്റ്, ശരിയാ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് പോവില്ലല്ലോ. യു വിൽ ഫൈറ്റ് ബിക്കോസ് യു നോ യു ആർ ഇന്നസെൻറ്റ്. അപ്പോൾ സത്യം ഏതെങ്കിലും ഒരു കാലത്ത് മറന്നേക്ക് വരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഞാനും 8-9 വർഷമായിട്ട് ഈ ഒരു വിധിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഐ നോ ദിലീപ് വാസ് ഗോയിങ് ടു ഗെറ്റ് അക്യൂറ്റഡ്. ഈ വിധിയുടെ തലേദിവസം പോലെ ഞാൻ പോസ്റ്റ് ഇട്ടതാണ്. കാരണം ഈ കേസ് അൺബയാസ്ഡായിട്ട്, ഫാക്ച്വലായിട്ട്, ഇമോഷണലി ആൻഡ് സെൻറ്റിമെൻ്റലി അല്ല, അല്ലെങ്കിൽ തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയുന്നതല്ല, ദിലീപ് അഹങ്കാരി ആയതുകൊണ്ട് ഇത് ചെയ്യും എന്ന് പറയുന്നതല്ല. എനിക്ക് ദിലീപിനെ അറിയില്ല, പക്ഷേ ഈ കേസ് ഫാക്ച്വലി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു ദിലീപ് ഈ കേസിൽ അക്യൂറ്റലാവും. അതല്ലാതെ വേറൊരു വിധിയില്ല ഇതിൽ. ഇത് എന്നെയൊക്കെ കൂടുതൽ അറിയുന്ന ആൾക്കാരായിരിക്കും. പ്രോസിക്യൂഷൻ വക്കീൽ അജകുമാറും ഈ കിളി പോയ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, സോറി ടു സേ ദാറ്റ്, മിനി എന്ന് പറയുന്നൊരു അഡ്വക്കേറ്റ് ഉണ്ട്. അവർക്ക് തലയിൽ കിളിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദിലീപാണ് റേപ്പ് ചെയ്തതെങ്കിൽ പോലും അതിജീവിതയ്ക്ക് ഇത്ര കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ അത്രയും വിവരം കെട്ട ഒരു അഡ്വക്കേറ്റിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല, സത്യം പറഞ്ഞാൽ. സോറി ടു സേ, സർവൈവർ ഷുഡ് ഹാവ് ടേക്കൻ എ ബിഗ് സ്റ്റെപ്പ് ടു എക്സ്പെൽ ദീസ് നോൺ ക്വാളിഫൈഡ് അഡ്വക്കേറ്റ്സ് ഫ്രം യുവർ പാനൽ. യു ഹാവ് ടു ഗെറ്റ് സംബഡി ബെറ്റർ ദാൻ രാമൻ പിള്ള സാർ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ഫെമിനിസ്റ്റുകളും കൂടി കാശില്ലെങ്കിൽ അതിജീവിതയ്ക്ക് അങ്ങനെ ഒരു കാര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കുക. സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന ആളുകൾ വന്നാൽ ഒരു പക്ഷേ കേസ് മാറി മറിയാം. പക്ഷേ സോ ഫാർ വാട്ട് വി ഹാവ് ഈസ് ദിലീപ് ഇസ് അക്യൂറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ലൈക്ക് ദാറ്റ്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മാറുമെന്ന് പറയുന്നു അഡ്വക്കേറ്റ് അജകുമാർ.
യു നോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ വിത്ത് ദ എവിഡൻസസ് യു പ്രൊവൈഡഡ്. പിന്നെ ആരെയാണ് നിങ്ങൾ കണ്ണടച്ചിരട്ടാക്കാൻ ശ്രമിക്കുന്നത്? ഈ മീഡിയ ആരെയാണ് കണ്ണടച്ചിരട്ടാക്കാൻ ശ്രമിക്കുന്നത്? വൈ യു ബ്രിങ്ങിങ് അപ്പ് ദിലീപ്സ് നെയിം അഗെയിൻ? ബിക്കോസ് നിങ്ങളുടെ കാര്യം നടക്കാൻ പോകുന്നില്ല. ആൻഡ് ദിസ് കേസ് ഇസ് ഡൺ. അപ്പോൾ എന്തായാലും സലാം പറയുന്നു. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു. ഐ എം ആക്ച്വലി I was started this video to offer my support to Mr. Srijit Panikkar. അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട കാര്യമില്ല. ഹീ ഡിഡ് എ ഗുഡ് തിങ് ഫോർ ദ കോമൺ മാൻ. ഇതറിയണം എന്നാഗ്രഹിക്കുന്ന ആളുകളോട് ആ ജഡ്ജ്മെൻറ്റ് വിശദീകരിക്കുക മാത്രമാണ് ആൾ ചെയ്തിട്ടുള്ളത്. ഹീ ഡിഡ് നോട്ട് ഡു എനിത്തിങ് റോങ്. പിന്നെ പിണറായിയുടെ പോലീസാണ്, എന്ത് തെണ്ടിത്തരം വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ പുള്ളി ഒളിവിൽ പോയിട്ടുണ്ടാവാം. ഐ ഡോണ്ട് നോ. ചിലപ്പോൾ ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനൊരു കേസ് ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. സോ ഹി ഹാസ് ടു ടേക്ക് ഹിസ് പ്രിക്കോഷൻ. കാരണം ആൾ ജീവിക്കുന്നത് ഒരു പറ്റം അജണ്ട ബേസ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ ഇടയിലാണ്. സോ ഹി നീഡ്സ് ടു ടേക്ക് പ്രിക്കോഷൻ ഫോർ ദാറ്റ്. എനിവേ, ശ്രീജിത്ത് പണിക്കരോട് ഒരു താങ്ക്സ് ആസ് വെൽ. പിന്നെ അത് മാത്രമല്ല, കാരണം താങ്ക്സ് പറയാൻ കാരണം നിങ്ങൾ ഇത്രയും സമയമെടുത്ത് ഇങ്ങനെയുള്ള വീഡിയോസ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഇടാൻ, ഇത്തരത്തിലുള്ള ഈ എതിർപക്ഷത്തു നിന്നുള്ള ആളുകളുടെ ബാർക്കിംഗ്, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ അഫക്റ്റ് യു. ഐ നോ ഇറ്റ് വോണ്ട്. എങ്കിലും ഈ ഒരു എളിയവനായ ഒരു ഫാനാണ് ഞാൻ ആക്ച്വലി നിങ്ങളുടെ. ഐ എം ഓഫറിങ് മൈ ഫുൾ സപ്പോർട്ട് ഇൻ ദിസ് കേസ്. ബൈ.